പലതരത്തിൽ ഒരുപാട് കഥകൾ പരീക്ഷിച്ചിട്ടും തിയേറ്ററിൽ ഒരു ഗംഭീര തിരിച്ചുവരവ് നടത്താൻ സാധിക്കാത്ത താരമെന്നാണ് കുറച്ചു കാലമായി സൂര്യയെക്കുറിച്ച് പലരും ഉന്നയിക്കുന്ന വിമർശനം. തമിഴ് പ്രേക്ഷകർക്ക് റിലേറ്റ് ആകുന്ന രീതിയിൽ ഓവർ ദ ടോപ്പ് ഫൈറ്റും മാസ് മസാല എലമെന്റുകളും ചേർത്തുള്ള തട്ടിപ്പൊളപ്പൻ സിനിമ വേണ്ടിവന്നു താരത്തിന് തിരിച്ചു വരാൻ. തമിഴ്നാട്ടിൽ ഒരുപാട് ആരാധനാലയങ്ങളുള്ള കറുപ്പുസ്വാമി എന്ന ദൈവത്തിന്റെ കഥയാണ് ചിത്രം പറയുന്നത്. കോടതികളിൽ കാശ് കൊടുത്താൽ മാത്രം നീതി നടപ്പാകുന്ന കാലത്ത് സാധാരണക്കാരെ രക്ഷിക്കാൻ സാക്ഷാൽ കറുപ്പുസ്വാമി അവതരിപ്പിക്കുന്നതും പിന്നീട് മനുഷ്യനും ദൈവവും തമ്മിലുള്ള പോരാട്ടവുമാണ് കറുപ്പിന്റെ ഇതിവൃത്തം. കറുപ്പുസ്വാമി എന്ന ദൈവമായിട്ടാണ് സൂര്യ ഇത്തവണ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. നായകൻ ദൈവമായതിനാൽ എന്തും ചെയ്യാം, വില്ലനെ എത്ര ദൂരം വേണമെങ്കിലും ഇടിച്ചു പറത്താം എന്ന സ്വാതന്ത്ര്യം സംവിധായകൻ എടുത്തിട്ടുണ്ട്. അത് വെളിവാക്കുന്നതാണ് ചിത്രത്തിലെ ഓരോ ഫൈറ്റും. ഹാൻഡ് ടു ഹാൻഡ് കോമ്പാക്ട് ഫൈറ്റുകൾക്ക് പകരം നായകന്റെ നോട്ടത്തിൽ തന്നെ വില്ലൻ അന്തരീക്ഷത്തിൽ പറക്കുകയാണ്. ഇത്രയും പവർഫുൾ ആയിട്ടുള്ള നായകനെത്തുമ്പോൾ വില്ലന് അതിന്റെ പകുതി പോലും ശക്തിയില്ലാത്തത് ചിത്രത്തെ പിന്നോട്ട് വലിക്കുന്നുണ്ട്. ആദ്യ പകുതിയിൽ വില്ലനായ ആർ.ജെ. ബാലാജി സ്കോർ ചെയ്യുകയാണെങ്കിൽ രണ്ടാം പകുതിയിൽ വില്ലന് ഒട്ടും പ്രാധാന്യമില്ലാത്ത അവസ്ഥയായി. ക്ലൈമാക്സിലെ ഫൈറ്റിൽ പോലും ഈ ഒരു ഫാക്ടർ മുഴച്ചു നിൽക്കുന്നുണ്ട്. ഒരു വശത്ത് സൂര്യ കത്തി കയറുമ്പോൾ അപ്പുറത്ത് ഒന്നും ചെയ്യാനില്ലാത്ത ആർ.ജെ. ബാലാജിയാണെന്നത് പിന്നോട്ട് വലിക്കുന്നുണ്ട്. എന്നിരുന്നാലും സൂര്യയുടെ ആരാധകർക്ക് 2.5 മണിക്കൂർ തങ്ങളുടെ ഇഷ്ട നടന്റെ അഴിഞ്ഞാട്ടം കാണാനുള്ള വകുപ്പ് കറുപ്പിലുണ്ട്. കറുപ്പുസ്വാമിയായിട്ടുള്ള വരവെല്ലാം അൾട്ടിമേറ്റ് രോമാഞ്ചം നൽകുന്ന സീനാണ്. സൂര്യ റിപ്പോർട്ടർ, വാരണമായിരം, ഗജനി എന്നീ സിനിമകൾ പോലെ സൂര്യയിലെ അഭിനേതാവിന് വെല്ലുവിളി ഉയർത്തുന്ന സീനുകളൊന്നും കറുപ്പിലില്ല. പകരം വരുന്ന സീനുകളിലെല്ലാം മാക്സിമം സ്റ്റൈലിഷായും മാസായും സംവിധായകൻ സൂര്യയെ അവതരിപ്പിച്ചിട്ടുണ്ട്. സെമി സ്പൂഫ് ജോണറിലാണ് ചിത്രം ഒരുങ്ങിയത്. കുത്തഴിഞ്ഞു കിടക്കുന്ന നീതിന്യായ വ്യവസ്ഥയെ 2 ദിവസം കൊണ്ട് മാറ്റിയെടുക്കുന്ന സീനും കോടതികളിൽ ഇങ്ങനെയൊക്കെ ചെയ്യാനാകുമെന്നുള്ള ചിന്തകളും വന്നാൽ കറുപ്പ് ശരാശരിക്കും താഴെയുള്ള സിനിമയെ അനുഭവപ്പെടും. ആർ.ജെ. ബാലാജി സ്റ്റൈലിൽ ഒരുപാട് റെഫറൻസുകൾ ചിത്രത്തിലുണ്ട്. എല്ലാം കൃത്യമായി വർക്കായിട്ടുണ്ട്. ക്ലൈമാക്സിലെ 2 സർപ്രൈസ് ഗെറ്റപ്പും അതിനുള്ള സ്റ്റേജ് സെറ്റിംഗും എല്ലാം തിയേറ്ററുകളെ പൂരപ്പറമ്പാക്കിയെന്ന് പറയാം. പെർഫോമൻസിന്റെ കാര്യത്തിലേക്ക് വന്നാൽ സൂര്യയ്ക്കാകെ 2 ഇമോഷണൽ സീനുകൾ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ സീനുകളിലും മാസ് എൻട്രി, ഡയലോഗ്, ഫൈറ്റ് എന്നിവ മാത്രമാണ്. ആരാധകരെ ഹാപ്പിയാക്കാനായിട്ടാണ് ഇതെല്ലാം ചെയ്തതെന്ന് ഫോർത്ത് വാൾ ബ്രേക്കിംഗ് പോലെ സൂര്യ പറയുന്നുണ്ട്. നായികയെത്തിയ തൃഷയ്ക്ക് കഥയിൽ വലുതായൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. എന്നാൽ ഒട്ടും വെറുപ്പിക്കാതെ തന്റെ ഭാഗം അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തു. 1983 എന്ന ചിത്രത്തിലെ ഡയലോഗ് കടമെടുത്താൽ മേക്കപ്പ് ഇത്തിരി ഓവറാണോ എന്ന് മാത്രമേ തൃഷയുടെ കഥാപാത്രത്തെ കാണുമ്പോൾ ചോദിക്കാനുള്ളൂ. മലയാളത്തിൽ നിന്ന് ഒരു ലോഡ് താരങ്ങൾ ഈ ചിത്രത്തിലുണ്ട്. ഇന്ദ്രൻസ്, അനഘാരവി, ശിവദ, സ്വാസിക, ഉണ്ണിമായ പ്രസാദ്, അജു വർഗീസ് എന്നിവരാണ് പ്രധാന മലയാളി താരങ്ങൾ. ഇതിൽ സ്വാസികയ്ക്ക് ബിരിയാണി തിന്നുകയല്ലാതെ വേറൊന്നും ചെയ്യാനില്ലായിരുന്നു. ശിവദ അത്യാവശ്യം നന്നായി പെർഫോം ചെയ്തപ്പോൾ ഒറ്റ സീനിൽ മാത്രമാണ് അജു വർഗീസ് പ്രത്യക്ഷപ്പെട്ടത്. ഇന്ദ്രൻസ്, അനഘ എന്നിവരുടെ കഥാപാത്രത്തിന്റെ ഇമോഷനിലൂടെയാണ് കഥയുടെ വേൾഡ് സെറ്റിംഗ് നടക്കുന്നത്. ഇരുവരുടെയും പ്രകടനം ഗംഭീരമായിരുന്നു. അതിൽ ഇന്ദ്രൻസ് തകർത്തുവാരി. ഇന്റർവെല്ലിന് മുമ്പുള്ള സീനിൽ ഇന്ദ്രൻസിലെ പെർഫോമർക്ക് മുമ്പിൽ സൂര്യ പോലും ഒന്നും ചെയ്യാനാകാതെ നിൽക്കുകയായിരുന്നു. അങ്ങ് തമിഴ്നാട്ടിൽ പോയി ഇന്ദ്രൻസ് ഏട്ടൻ തകർത്തു. സൂര്യ കഴിഞ്ഞാൽ ഈ സിനിമയെ കത്തിച്ചത് സായ് അഭ്യങ്കറാണ്. വെറും ഒരു 21 വയസ്സുകാരൻ സ്ക്രീനിന് തീയിടുന്ന കാഴ്ചയ്ക്കാണ് 2.5 മണിക്കൂർ സാക്ഷ്യം വഹിച്ചത്. സൂര്യയുടെ ടൈറ്റിൽ കാർഡിൽ ദി വൺ എന്ന BGM മുതൽ സായ് കത്തിക്കുന്നുണ്ട്. വെരപ്പ, ഗോഡ് മോഡ്, രാധരാസൻ തുടങ്ങിയ ട്രാക്കുകളെല്ലാം തിയേറ്റർ ഇളക്കി മറിച്ചു. സിനിമ കണ്ടിറങ്ങുമ്പോഴും സായ് ഒരുക്കിയ പാട്ടുകൾ തന്നെയാകും തലയിൽ. അതിൻ്റെ ഇതിൽ നിന്ന് അടുത്ത ട്രെൻഡ് സെറ്റർ വട്ടം സായ് ഏറ്റെടുക്കാൻ അധികം കാത്തിരിക്കേണ്ടി വരില്ല. വിഷ്ണുവിന്റെ ഛായാഗ്രഹണം എടുത്തു പറയേണ്ടതാണ്. സൗത്ത് ഇന്ത്യൻ സിനിമയിൽ മാസ് മസാല സിനിമകൾക്ക് ഫ്രെയിമുകൾ ഒരുക്കാൻ മറ്റാരുമില്ലെന്ന് ഒരിക്കൽ കൂടി വിഷ്ണു തെളിയിച്ചു. സൂര്യയെ കാണിക്കുന്ന ഓരോ ഫ്രെയിമും പക്കാ മാസായിട്ടുണ്ട്. അരുൺ വെഞ്ഞാറമൂടിന്റെ ആ ഡയറക്ഷനും ഗംഭീരം. ഫൈനലി സിനിമയുടെ ക്യാപ്റ്റൻ ആർ.ജെ. ബാലാജി. അനൗൺസ്മെന്റ് മുതൽ പലരും ബാലാജിയുടെ സംവിധാനത്തെ സംശയത്തോടെയായിരുന്നു കണ്ടത്. ഒറ്റയ്ക്ക് ഒരു മാസ് സിനിമ പുൾ ഓഫ് ചെയ്യാൻ കഴിയുമോ എന്ന് സംശയിച്ചവർക്ക് മുമ്പിൽ ഇനി നെഞ്ചും വിരിച്ചു നിൽക്കാം. ഇന്നത്തെ ദിവസം നിങ്ങളുടേതാണ്. മൊത്തത്തിൽ ലോജിക്കെല്ലാം തട്ടം പുറത്ത് വെച്ച് കാണാൻ പറ്റുന്ന തട്ടുപൊളിപ്പൻ മാസ് മസാല സിനിമ തന്നെയാണ് കറുപ്പ്.